ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു ബീൻസ് തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് അരയ്ക്കുകയോ മിക്സിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബീൻസ് പയർ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ പയറിൻ്റെ രണ്ടറ്റത്തും കുറച്ച് കട്ടിയുള്ളൊരു ഭാഗമുണ്ട്. അത് നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് തോരൻ വയ്ക്കാറുള്ളത്. അത് ഇതുപോലെ ഒന്ന് താഴോട്ട് പിടിക്കുമ്പോൾ തന്നെ അത് ഇളകി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് തീരെ കട്ടി കുറച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ബീൻസിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും കട്ട് ചെയ്ത് ഇതേ രീതിയിൽ തോരൻ വയ്ക്കാവുന്നതാണ്. ബീൻസും ക്യാരറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിത് നല്ല കട്ടി കുറച്ച് ബീൻസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ തോരൻ വയ്ക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. അതിലേക്ക് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ ചിരകിയ തേങ്ങയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പയർ വേവാൻ ആവശ്യമായ 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചത് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഹെൽത്തിയും സിമ്പിളുമായിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ.